രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ രാവിലെ കുളിയൊക്കെ നേരത്തെ ഇപ്പോൾ കഴിയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു നമ്മുടെ ഹൈദിയുടെ ഇതും കണ്ടിട്ട് ഇരിക്കുന്നത്. പിന്നെ അമ്മ ഇതേ അപ്പുറത്ത് ഫോണൊക്കെ നോക്കി ഇരിക്കട്ടോ. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഫോൺ നോക്കി ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഇന്ന് ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അമ്മ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് സാരി തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെനിക്ക് കൊളാബ് കിട്ടിയ സാരിയായിരുന്നു. പക്ഷെ നമ്മുടെ ഇസ്തിരിപ്പെട്ടി കുറച്ച് സീനായ കാരണം അമ്മ ഇങ്ങനെ നോക്കിയിട്ടാണ് തേക്കുന്നത്. സാരി അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് അത് കഴുകിട്ടു. അതിൽ കഞ്ഞിവെള്ളമൊക്കെ മുക്കിയിട്ടാണ് കഴുകിയിട്ടുണ്ടായിരുന്നത്. അത് കണ്ടോ തേച്ച് തുടങ്ങിയപ്പോൾ വെള്ള കളർ ഇങ്ങനെ പൊന്തി വന്നു തുടങ്ങിട്ടോ. അങ്ങനെ നനഞ്ഞ തുണി കൊണ്ടൊക്കെ തുടച്ചമ്മ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ മാളും അതും വന്നിട്ടുണ്ട്. ഇപ്പം മാളുവിന് ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് മാലയൊക്കെ ഉണ്ടോ ചോദിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് കൊളാബിനെ കിട്ടിയ സംഭവങ്ങളും എല്ലാം എടുത്ത് ഞാൻ കാണിച്ചു കൊടുക്കട്ടത്. ഇഷ്ടമുള്ളത് ഏതാച്ചും എടുത്തോളാൻ പറഞ്ഞിട്ട്. അപ്പം മാളും ഇതേ ഓരോന്നിട്ട് ഓരോ കോപ്പറേറ്റും കാട്ടി നിൽക്കാൻ കേട്ടോ. പിന്നെ അപ്പോഴേക്കും അമ്മയ്ക്ക് പോകാറായി. അപ്പം അമ്മയ്ക്ക് എന്നെ കണ്ട അമ്മയ്ക്ക് സാരി എടുക്കാറില്ല ഗൈസ്. പിന്നെ ഞാൻ തന്നെ എടുത്തു കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിതേ ഞെറിയൊക്കെ എടുത്തു കൊടുക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ 100 അടി കഴിയും. കാരണം ഞാൻ ഒരു സൈഡ് ഇങ്ങനെ സെറ്റാക്കുമ്പോൾ അമ്മ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വലിക്കും. അപ്പം എനിക്ക് ദേഷ്യം വരും. പിന്നെ എൻ്റെ സ്ഥിരം ഡയലോഗ് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എടുത്തോടേന്ന് ഞാൻ ചോദിക്കട്ടെ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ തന്നെ എടുത്തു കൊടുക്കട്ടോ. പിന്നെ ഞാൻ എൻ്റെ കയ്യിലത്തെ ക്രീമൊക്കെ വെച്ച് അമ്മേനെ ഒന്ന് സെറ്റാക്കി കൊടുക്കായിരുന്നു. അമ്മ ഈ പൗഡർ മാത്രമേ ഇടുള്ളൂ. അപ്പം ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ പൊട്ടൊക്കെ അമ്മ എപ്പോഴും മറ്റേ കറുപ്പ് പൊട്ട് മാത്രമേ കുത്താറുള്ളൂ. അപ്പം ഞാനിത് എൻ്റെ കയ്യിലത്തെ ഓരോ പൊട്ടോടെടുത്ത് ഭംഗിയുള്ളതൊക്കെ നോക്കി കുത്തി കൊടുക്കട്ടോ. പിന്നെ ഇതേ അതും ആളും ഇരുന്നിട്ട് ഇവിടെ ഓരോന്നും ചെയ്യട്ടോ. അങ്ങനെ അമ്മ ഇത് സാരി കൊടുത്ത് സെറ്റായില്ലേ എന്നുള്ള കണ്ണാടിയിലൊക്കെ തിരിഞ്ഞും പറഞ്ഞിട്ടൊക്കെ നോക്കട്ടോ. പിന്നെ നമ്മുടെ ദേവൂട്ടം വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെയും ചെറിയൊരു ഫോട്ടോഷൂട്ട്. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും ജസ്റ്റ് അമ്മ അങ്ങനെ ഒരുങ്ങിയപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ കൊടുത്തു. പിന്നെ മാളും അതും കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. പിന്നെ ഞാൻ അമ്മ ഇതേ വെറുതെ വീഡിയോസ് ഒക്കെ കൊടുക്കാറുണ്ട്. അമ്മയുടെ കണ്ണിൻ്റെ അടിയിൽ കുറച്ച് കറുപ്പ് കളർ ഉണ്ട്. പക്ഷേ ഈ ഒരു കണ്ണിൻ്റെ അടിയിൽ കുറച്ച് കൂടുതൽ. അതെൻ്റെ ചേച്ചിക്ക് തീരെ കുറുമ്പില്ലാത്ത കാരണം ചെറിയ കുട്ടിയാകുമ്പോൾ പേന എടുത്തിട്ട് അമ്മയുടെ കണ്ണുമിക്ക് ഒരു കുത്തിയതാണ്. പക്ഷെ കണ്ണിൽ കൊണ്ടില്ല. പക്ഷെ കുത്തിയ ഭാഗം ഭയങ്കരമായിട്ട് ചോര കലിച്ചിട്ട് കറുത്ത പാടായിട്ടാ. പിന്നെ ഇത് അമ്മ ബസ് കാത്ത് നിൽക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഞാനും ചോറുണ്ണാനും ഇരുന്ന് ഉച്ചയായിട്ട സമയം. പിന്നെ ഞാൻ നല്ല ഉറക്കം ഉറങ്ങി. അപ്പോൾ ഈ സമയം ആളും അതൊക്കെ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവർ കുറച്ച് നേരം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയം കൊണ്ട് ഇവർക്ക് വേണ്ട റീൽസ് ഫോട്ടോസൊക്കെ ഇവർ സെറ്റാക്കാനുണ്ടോ. പിന്നെ ഞാൻ എനിച്ചിട്ട് ഇതേ ഉപ്പാങ്ങ വെറുതെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണിക്ക് ആകുമ്പോൾ കയ്യും കാലൊക്കെ കഴുകി വിളക്കിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഇനി ഇതേ അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മ കല്യാണത്തിന് പോയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇനി അച്ഛൻ വന്ന് കുളിച്ച് മാറ്റിയിട്ട് വേണം അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വിളക്ക് ഇത് ഇവിടെ വെക്കുന്നുണ്ട്. പച്ച വേഗം കുളിച്ചിട്ട് വരാൻ പറഞ്ഞ് ഓടുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അമ്മയുടെ കോള് വന്നു അമ്മ ഇവിടെ എത്താറായി എന്ന് പറഞ്ഞിട്ട്. മാളും അതും വിടഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വെറുതെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അതും ആമീന കണ്ടങ്ങനെ കുറേ നേരം കൊഞ്ചിച്ച് നടക്കൂട്ടോ. പിന്നെ അച്ഛതേ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അച്ഛൻ ഡ്രസ്സൊന്നും മാറ്റിയില്ല, വേഗം അമ്മേനെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. അപ്പം ഞാനും ആളും അതും കൂടിയിട്ട് വെറുതെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ കുറേ പേരായി ചോദിക്കുന്നു ആമി എവിടെയെന്ന്. അപ്പം ആമീനെ നടത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെറുതെ ഇറങ്ങിയിട്ട് അതിൻ്റെ അടുത്ത് ആമി സെറ്റാണ് കേട്ടോ. അതിൻ്റെ ഹുങ്കാണി കാണുന്നത്. എല്ലാവരെയും ആമീനെ കൊണ്ട് ഇങ്ങനെ ഓടിപ്പിക്കാൻ കേട്ടോ. അവള് അശ്വിനൂനെയും മാളുവിനെയും ഒക്കെ അവള് കുറേ ഇങ്ങനെ ഓടിപ്പിച്ചിട്ട് ആമിക്ക് അച്ഛൻ പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷത്തിൽ ആമി ഇത് അവിടെ ഇങ്ങനെ ആക്കാടുന്നുണ്ടോ. പിന്നെ അത് അമ്മയും അച്ഛനും പോണു. അപ്പം ഞങ്ങളും വേഗം വീട്ടിലേക്ക് പോന്നു കേട്ടോ. സമയം 6 മണിക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതേ വീട്ടിലെത്തി. പിന്നെ കുറച്ച് തന്നെ ഇപ്പോൾ ഇവർ പോയി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.